السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين، أما بعد. إني إذا صامني ضيم يربعني أقول يا سيد السادات يا سندي. ബഹുമാനാദരവുള്ള സയ്യിദ് അവർകൾ മഹത്തായ പരിപാടിയിലെത്തിയ ഉദ്യാവർ ഉസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, ഉമ്മ പെങ്ങന്മാരായ സഹോദരിമാർ, നോട്ടീസിൽ പ്രഭാഷണമെന്ന് പേരുണ്ടെങ്കിലും ഖത്തീബായതുകൊണ്ട് എല്ലാ സമയത്തും നിങ്ങൾ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്നൊരു പ്രഭാഷണത്തിലേക്ക് കടക്കേണ്ടതില്ല, അതിൻ്റെ സന്ദർഭവുമല്ല. സയ്യിദവർകൾ എത്തുന്നതുവരെ ഞാൻ കരുതിയതാണ്, പക്ഷേ തങ്ങൾ എത്തുന്നതുവരെ തുടങ്ങാൻ തന്നെ ആയില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിയിൽ നടന്നു വരുന്ന ഖുത്ബിയത്തിന്റെ 50-ാം വാർഷികത്തിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന വാഅള് പരിപാടിയുടെ 3-ാമത്തെ ദിവസമാണ്, സമാപന ദിവസം ഇന്ന്. മാഷാ അല്ലാഹ്, മഹാനായ തങ്ങളവർകൾ നമുക്ക് പള്ളിയുടെ മുകൾ തട്ടിലെ ആദ്യത്തെ 2 സഫുകൾ വഖഫ് ചെയ്ത് അവിടെ ദുആ ചെയ്തു തന്നു. തങ്ങൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയത് അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയമാണ് അല്ലാഹുവിന് വേണ്ടി ഒരു സ്ഥലം വഖഫ് ചെയ്യുന്ന സമയം. ആ സമയത്തിൽ ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുമെന്നും തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി. അവിടെ ദുആ ചെയ്തു, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കഅബയിലേക്ക് ഹജ്ജിന് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടുന്ന് ജനങ്ങളെയൊക്കെ ക്ഷണിച്ചതിന്റെ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ അല്പം മണ്ണെടുത്തു ഭൂമിയുടെ നാനാഭാഗത്തിലേക്ക് എറിയുകയാണ്. അങ്ങനെ വലിയ കഷ്ണം എത്തിയ സ്ഥലത്തിൽ ജുമുഅത്ത് പള്ളിയും അല്പം മണ്ണുകൾ എത്തിയ സ്ഥലത്തിൽ നിസ്കാര പള്ളിയും ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പള്ളി അല്ലാഹു തആല പണ്ടേ തീരുമാനിച്ച ഒരു കാര്യമാണ്. ഞാൻ തങ്ങളെ ഇരുത്തിക്കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് അധിക പ്രസംഗമായി ഒന്നും പറയുന്നില്ല. എങ്കിലും ഒരുപാട് ഉമ്മമാർ ഈ സദസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ്, നമുക്ക് ശഅബാൻ മാസത്തിന്റെ 15-ാമത്തെ രാത്രിയാണ്. നമ്മുടെ നാടുകളിൽ തീരുമാനിച്ചതുപോലെ നാളത്തെ രാത്രി എല്ലാവർക്കും അറിയാമെങ്കിലും ഉമ്മമാർക്ക് വേണ്ടി 1-2 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് സദസ്സ് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഒരു മഹത്തായ രാത്രിയാണ് ബറാഅത്ത് രാത്രി എന്ന നാളത്തെ രാത്രി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വങ്ങൾ വെച്ച ഒരു രാത്രിയും കൂടിയാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, എല്ലാ വിഷയങ്ങളും തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണ് ബറാഅത്ത് രാത്രി. നമ്മുടെ ഒരു കൊല്ലത്തിന്റെ ബജറ്റ് അല്ലാഹു തആല മലായികത്തിന് ഒന്ന് പ്രദർശിപ്പിച്ചു കൊടുക്കുന്ന അഥവാ ഏൽപ്പിച്ചു കൊടുക്കുന്ന, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായങ്ങളുണ്ട്. അത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞവർ പറയുന്നു. ഒന്ന് മലായികത്തിന് അല്ലാഹു തആല ബറാഅത്തിന്റെ രാത്രിയിലെല്ലാം പ്രദർശിപ്പിച്ചു കൊടുക്കുകയാണ്.
ഇന്നവൻ ഇന്ന ദിവസത്തിൽ മരണപ്പെടും, ഇന്നാൾക്ക് ഇന്ന കുട്ടി ജനിക്കും, ഇന്നാളുടെ വിവാഹം നടക്കും, ഇന്നാല് വീടുണ്ടാക്കും, ഇന്നാല് വാഹനമെടുക്കും, ഇന്നാല് കൃഷി ചെയ്യും, ഇന്നാല് ബിസിനസ് ചെയ്യും. എല്ലാ കാര്യങ്ങളും നാളത്തെ രാത്രിയിൽ അല്ലാഹു തആല മലായികത്തിനെ ഒന്ന് പ്രദർശിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കൊല്ലത്തേക്കുള്ള കാര്യങ്ങൾ ലൈലത്തുൽ ഖദ്റിന്റെ ദിവസത്തിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുണ്ട്. നാളെ മുതൽ നമുക്ക് നാളത്തെ രാത്രി മാത്രമല്ല, ലൈലത്തുൽ ഖദ്ർ വരെ ഒരു ചാൻസ് ഉണ്ട്. എന്താണ്? അള്ളാഹുവിനോട് ചോദിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ മിസ്റ്റേക്കുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അള്ളാഹ്ക്കല്ല, നമുക്ക് കിട്ടിയതിൽ എന്തെങ്കിലും അള്ളാഹുവിന്റെ ഖളായിൽ വഖിനാ ശർറ മാ ഖളൈത്, നീ വിധിച്ച ഷർറുകൾ നമുക്ക് നീ കാക്കേണമേ നാം പ്രാർത്ഥിക്കുന്നു. അള്ളാഹു കണക്കാക്കിയതിൽ എന്തെങ്കിലും കേടായിട്ടുണ്ടെങ്കിൽ നാളെയും അതിന്റെ ശേഷം ലൈലത്തുൽ ഖദ്ർ വരെ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അതിനെ ചേഞ്ചസ് ആക്കാനുള്ള അധികാരമുണ്ട്. എന്താണ്? ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. അള്ളാഹുവിന്റെ ഖളാഇനെ ഇവിടെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ദുആ. അതുകൊണ്ട് നമുക്ക് നാളെ മുതൽ നാളത്തെ രാത്രി തന്നെ തുടങ്ങാം. നാളത്തെ രാത്രി എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് അവന്റെ റഹ്മത്തിനെ അതാ നോട്ടം നോക്കുകയാണ്. വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹു തആല ഇറങ്ങുമെന്നല്ല, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ഒന്നാൻ ആകാശത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവിടുന്ന് ചോദിക്കുകയാണ്, ആരാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നത്? അവനിക്ക് ഞാൻ മാപ്പ് ചെയ്യാം. ആരാണ് റിസ്ക് ചോദിക്കുന്നത്? അവനിക്ക് ഞാൻ റിസ്ക് നൽകാം. ആരാണ് ആഫിയത്ത് ചോദിക്കുന്നത്? അവനിക്ക് ഞാൻ ആഫിയത്ത് നൽകാം. അങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല അനൗൺസ് ചെയ്യുകയാണ്. അതുകൊണ്ട് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു, നാളത്തെ രാത്രിയിൽ നിങ്ങൾ മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ വെച്ചും കൊണ്ട് 3 യാസീൻ ഓതണം. യാസീൻ എന്ന് പറഞ്ഞാൽ അത് ലിമാ ഖുറിഅ ലഹു, എന്താവശ്യം വെച്ച് നാം ഓതുന്നോ അതിന് വേണ്ടിയുള്ളതാണ്. മാഉ സംസം ലിമാ ശുരിബ ലഹു എന്ന് പറഞ്ഞതുപോലെ സംസം വെള്ളം രോഗശിഫായിക്ക് മാത്രമല്ല, നമുക്കൊരു വാഹനമെടുക്കണമെന്ന നിയ്യത്തിൽ സംസം കുടിക്കാം. നമുക്കൊരു വിവാഹമുണ്ടാകണമെന്ന നിയ്യത്തിൽ സംസം കുടിക്കാം. ലിമാ ശുരിബല, എന്ത് ഉദ്ദേശം വെച്ച് കുടിച്ചാലും അത് ലഭിക്കുമെന്നാണ്. അതുപോലെയാണ് യാസീൻ സൂറത്ത്, എന്ത് ഉദ്ദേശം വെച്ച് ഓതിയാലും അത് ലഭിക്കുമെന്നാണ് ഹദീസ് പറയുന്നത്. യാസീൻ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ 10 പ്രാവശ്യം ഖത്മ് ചെയ്ത പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത്. അതുകൊണ്ട് ആ മഹത്തായ ഖൽബുൽ ഖുർആനായ യാസീൻ സൂറത്ത് നാം മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ 3 പ്രാവശ്യം ഓതുക. അതിന്റെ ഇടയ്ക്ക് സംസാരിക്കാതെ ഒന്നാമത്തെ യാസീനിൽ നാം നമ്മുടെ ആയുസ്സൊന്ന് വിശാലമായി കിട്ടാൻ, നമ്മുടെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകാൻ നാം പ്രാർത്ഥിക്കുക. അതായത് നിയ്യത്ത് ചെയ്ത് ഓതുക. ആയുസ്സിൽ ബറക്കത്തുണ്ടാകണം. ആയുസ്സിൽ ബറക്കത്തുണ്ടായാൽ അല്പം ജീവിച്ചാലും അവനിക്ക് അല്ലാഹു തആല അത് ഖബൂൽ ചെയ്യുന്ന ആയുസ്സായിരിക്കും. ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഏറ്റവും നല്ലവൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ആയുസ് നീളമാവുകയും എന്നിട്ടോ വഹസുന അമലുഹു, അവന്റെ അമല് സൽക്കർമ്മങ്ങൾ അത് നന്നാവുകയും ചെയ്തവനാണ് ഏറ്റവും നല്ലവൻ. ഇവിടെ ഒരുപാട് കാലം ജീവിച്ചത് കൊണ്ടായില്ല, ജീവിച്ച കാലം അല്പമെങ്കിലും അതിൽ ഹസുന അമലുഹു, അവന്റെ സൽക്കർമ്മങ്ങൾ നന്നായി തീരണം. മഹാനായ നവവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ 45 കൊല്ലമോ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാണ് ഇവിടെ കിതാബുകൾ രചിച്ചത്. അതുകൊണ്ട് അങ്ങനെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി നാം ഒന്നാമത്തെ യാസീൻ കൊണ്ട് നിയ്യത്ത് ചെയ്യുക. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ നാം നമ്മുടെ റിസ്ക് വിശാലമായി കിട്ടാൻ, റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണം ആഹാരം മാത്രമല്ല, അതിൽ നമ്മുടെ കൃഷിയും ബിസിനസ്സും കച്ചവടം വാഹനവും വീടും എല്ലാ മക്കളും എല്ലാം പെടും. അതുകൊണ്ട് ആ റിസ്ക് നമുക്ക് വിശാലമായി ബറക്കത്തുണ്ടാകാൻ, നമ്മുടെ മാത്രമല്ല നാമുമായി ബന്ധപ്പെടും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബക്കാരുടെയും ആ രണ്ടാമത്തെ യാസീൻ കൊണ്ട് കരുതുക. മൂന്നാമത്തെ യാസീൻ കൊണ്ട് പല മഹാന്മാർ വ്യത്യസ്തമായ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില മഹാന്മാർ പറഞ്ഞു ആഫത്തുകൾ തടുക്കാൻ, ചില മഹാന്മാർ പറഞ്ഞു ഹുസ്നുൽ ഖാത്തിമ, അവസാനം നന്നായി മരിക്കാൻ, ചിലർ പറഞ്ഞു
സുഅദാ വിജയികളിൽ പെടാൻ. അങ്ങനെ മൂന്നും ഞങ്ങൾക്ക് നിയത്ത് ചെയ്ത് ആഫത്തുകൾ തടക്കാൻ, അവസാനം നന്നാകാൻ, വിജയികളിൽ പെടാൻ, ഇതെല്ലാം ഒരു മുഅ്മിന്റെ ആവശ്യമാണ്. അതെല്ലാം കരുതി കൊണ്ട് നമുക്ക് മൂന്നാമത്തെ യാസീനും ഓതാം. ഇനി ചില പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് ശുദ്ധിയില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തും. ഷഅബാൻ മാസമാണ്, സ്വലാത്തിന്റെ മാസമാണ്. എന്തെങ്കിലും ശുദ്ധിയില്ലാത്തവർക്ക് ഖുർആൻ ഓതാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യുക? ഒരു 300 സ്വലാത്ത് റിസ്ക് വിശാലമായി കിട്ടാൻ, ഒരു 300 സ്വലാത്ത് ആയുസ് ബറക്കത്ത് കിട്ടാൻ, ഒരു 300 സ്വലാത്ത് വിജയികളിൽ പെടാൻ, ഹുസ്നുൽ ഖാത്ത്, ഇങ്ങനെ നിങ്ങളും നിയത്ത് ചെയ്ത് ഓതുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഫാഅത്തിന്റെ പൂർണ്ണമായ അധികാരം ലഭിച്ച രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. ബറാഅത്തിന്റെ രാത്രി ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്ന രാത്രിയാണ്. മാത്രമല്ല മഗ്ഫിറത്ത് ലഭിക്കുന്ന രാത്രിയാണ്. അള്ളാഹു തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പ് ചെയ്യുന്ന രാത്രിയാണ്. പക്ഷേ അവിടെ ഹദീസിൽ ചിലരെ വിദൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ വിഭാഗങ്ങൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുകയില്ല എന്ന്. അതുകൊണ്ട് നാം ബറാഅത്ത് രാത്രിയിൽ യാസീൻ ഓതുമ്പോൾ നാം ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ മനസ്സൊന്ന് നന്നാക്കണം. അതായത് ഇല്ല മുശ്രികൻ ഔ മുശാഹിനൻ, ഇങ്ങനെയൊക്കെ ഹദീസിൽ കാണാം. മുശ്രിക്കിന് അല്ലാഹു തആല നാളെ മഗ്ഫിറത്ത് കൊടുക്കുകയില്ല. മുശാഹിൻ, ഖൽബിൽ, മനസ്സിൽ വ്യക്തി വൈരാഗ്യങ്ങൾ, വെറുപ്പ് വെച്ച് നടക്കുന്നവൻ, ജനങ്ങളോട് കുശുമ്പും അസൂയയും ചതിയും വെച്ച് നടക്കുന്ന, ഇങ്ങനെ പല നിലക്കും ജനങ്ങളോട് വൈരാഗ്യങ്ങൾ വെച്ച് നടക്കുന്ന ആൾക്കാർക്കും നാളത്തെ ദിവസം രാത്രിയിൽ അല്ലാഹു തആല മാപ്പ് കൊടുക്കുകയില്ല. അതുപോലെ മറ്റ് ഹദീസുകളിൽ കള്ളുകുടി നിത്യമാക്കിയവൻ, വ്യഭിചാരി, അതുപോലെ ജ്യോത്സ്യക്കാരൻ, സിഹിർ ചെയ്യുന്നവൻ, ഇങ്ങനെ കുടുംബബന്ധം മുറിക്കുന്നവൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, ഇങ്ങനെ പല വിഭാഗങ്ങളെയും ആ രാത്രിയിൽ മാപ്പ് കൊടുക്കാത്ത വിഭാഗത്തിൽ എണ്ണിയിട്ടുണ്ട്. അതെല്ലാം നാം ശരിപ്പെടുത്തിയതിന്റെ ശേഷമായിരിക്കണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതും യാസീൻ ഓതേണ്ടതും എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ രാത്രിയിലതാ ഒരു ദിവസം രാത്രിയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് അവിടുന്ന് കിടന്നതിന്റെ ശേഷം എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ ജന്നത്തുൽ ബഖീയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, കൈ ഉയർത്തിക്കൊണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നോക്കുമ്പോൾ അവിടുന്ന് അടുത്ത് കാണാറില്ല. അങ്ങനെ പിന്നാലെ പോയി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഭാര്യമാരുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കുകയാണ്. അങ്ങനെ അവസാനമായി ജന്നത്തുൽ ബഖീയിൽ കണ്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, അതഖാഫീന, ഓ ആയിഷ, നീ ഭയപ്പെട്ടോ? അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നിന്നെ ആക്രമിക്കുന്നു, വഞ്ചിക്കുന്നു എന്ന് നീ വിചാരിച്ചു പോയോ? അതല്ല നബിയെ, തങ്ങൾ മറ്റു ഭാര്യമാരടുത്ത് പോയോ എന്ന് ഞാൻ മനസ്സിൽ തോന്നിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഇന്നത്തെ രാത്രിയിൽ അതാനി ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നത്തെ രാത്രിയിൽ അല്ലാഹു തആല, ഈ രാത്രിയിൽ അല്ലാഹു തആല എല്ലാ ജനങ്ങൾക്കും പുറത്തു കൊടുക്കുകയാണ്, മാപ്പ് ചെയ്യുകയാണ്. എത്രമാത്രം പുറത്തു കൊടുക്കും, എത്രമാത്രം അല്ലാഹു തആല ഈ രാത്രിയിൽ ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രിയാണ്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ്. എവിടെന്നാ മോചനം? അവന്റെ നരകത്തിന്റെ ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ അവകാശിയിൽ പെടുത്തുന്ന ഒരു രാത്രിയും കൂടിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹു തആല എല്ലാവർക്കും മാപ്പ് കൊടുക്കും. എത്രമാത്രം! അതാ മദീനയിൽ ഒരുപാട് ആടുകളുള്ള ഒരു ഗോത്രമാണ് കൽബ് ഗോത്രക്കാർ. ആ കൽബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ കണക്കനുസരിച്ചും കൊണ്ട് അല്ലാഹു തആല അന്നത്തെ രാത്രിയിൽ അതാ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗാവകാശികളിൽ പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് അന്നത്തെ രാത്രി അല്ലാഹുവിന്റെ റഹ്മത്തിന് വേണ്ടിയും മഗ്ഫിറത്തിന് വേണ്ടിയും നരകമോചനം ലഭിക്കാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വീണ്ടും വീട്ടിലേക്ക് വന്ന് ഒരുപാട് സമയം അവിടുന്ന് നിസ്കരിക്കുകയാണ്. സുജൂദിൽ കിടന്നുകൊണ്ട് ഒരുപാട് ദുആ നടത്തുന്നു. അങ്ങനെ ആ ദുആ നടത്തിയപ്പോൾ അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്നു, ഞാൻ വിചാരിച്ചു പോയി, തങ്ങൾ വഫാത്തായി പോയോ, തങ്ങൾ വഫാത്തായോ എന്ന് ഞാൻ വിചാരിച്ചു. അത്രമാത്രം തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു അവസാനമായി ഞാൻ തങ്ങളുടെ തലയുടെ അടുത്തേക്ക് കാത് വെച്ച് നോക്കുമ്പോൾ തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, أعوذ بعفوك من عقوبتك وأعوذ برضاك من سخطك وأعوذ بك منك جل وجهك لا أحصي ثناء عليك
അൻത കമാ അസ്നൈത അലാ നഫ്സിക്. ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ മാപ്പ് ചോദിക്കുകയാണ്. ഈ വാക്കുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ചതായ ആയിഷ റളിയല്ലാഹു അൻഹ സുബ്ഹി നേരത്തിൽ അവിടുന്ന് തങ്ങൾക്ക് ഇത് ചൊല്ലിക്കൊടുത്തപ്പോൾ അവിടുന്ന് തങ്ങൾ പറയുകയാണ്, ഓ നീ എന്നിൽ നിന്ന് ഇത് പഠിച്ചുവോ? എന്നാൽ തഅല്ലമീഹിന്ന ഫഅല്ലിമീഹിന്ന, നീ ഇതിനെ പഠിച്ചു എന്നിട്ട് ഇതിനെ നീ എന്താക്കുക? എല്ലാ സ്ത്രീകൾക്കും പഠിപ്പിച്ചു കൊടുക്കുക. ആ വാക്കുകൾ എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് നീയും എല്ലാവർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും നാളത്തെ രാത്രിയിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. ഒരുപാട് നിസ്കാരങ്ങൾ അത് ഉണ്ടോ ഇല്ല എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ടെങ്കിലും നമുക്ക് തസ്ബീഹ് നിസ്കാരം നാളെ നിസ്കരിക്കാം. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതി ഹദിയ ചെയ്യാം, ഖബർ സിയാറത്തുകൾ ചെയ്യാം. അതുപോലെ മറ്റന്നാൾ നമുക്ക് ബറാഅത്തിന്റെ നോമ്പ് അതിന്റെ നിയ്യത്തിൽ തന്നെ പിടിക്കാമോ? അതല്ലെങ്കിൽ യൗമുൽ ബീളിന്റെ 13, 14, 15 എല്ലാ മാസവും സുന്നത്താണ്. അങ്ങനെ അഡ്രസ്സിൽ പിടിക്കാമെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ടെങ്കിലും ഏതായിട്ടും 15ാമത്തെ ദിവസം നോമ്പ് സുന്നത്താണ്. അത് ബറാഅത്തിന്റെ നിയ്യത്തിലായാലും ശഅബാൻ 15ന്റെ നോമ്പിന്റെ നിയ്യത്തിലായാലും നമുക്ക് പിടിക്കാം. അല്ലാഹു തആല അതിനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി മഹാനായ തങ്ങളവർക്ക് നമ്മുടെ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉസ്താദ് ഓതിയ ആയത്ത് തന്നെ ഓതാം. ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഓ നബിയെ തങ്ങൾ പറയുക, ലാ അസ്അലുകും അലൈഹി അജ്റാ, ഈ ദീൻ ഉമ്മത്തീങ്ങൾക്ക് എത്തിച്ചു കൊടുത്തതിന് വേണ്ടി, ദീനീ ദഅവത്ത് നടത്തിയതിന് വേണ്ടി, ഇസ്ലാം ദീൻ സമ്പൂർണമായി അവിടുന്ന് എത്തിച്ചു കൊടുത്തതിന് വേണ്ടി ഞാൻ ഒന്നും ചോദിക്കുന്നില്ല നിങ്ങളോടെന്ന് പറയുക. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബത്തിന്റെ ഒരു മഹബത്ത് മാത്രമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഷാഫി ഇമാം പറഞ്ഞതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറിയവർ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമുക്കുള്ള പിടികയറ് തങ്ങന്മാർ മാത്രമാണ്. അതുകൊണ്ട് നാം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മഹബത്തുള്ള ഉസ്താദുമാരോടും ആലിമീങ്ങളോടും തങ്ങന്മാരോടും നല്ല മഹബത്താണ്. നല്ലൊരു വയസ്സന്മാരുള്ള നാടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും പഴയ ഒരു ശൈലിയുള്ള നാടായതുകൊണ്ട് തന്നെ നല്ല ദീനിനോടും അതുപോലെ ഇൽമിനോടും മഹബത്ത് വെക്കുന്ന നാട്ടുകാരായതുകൊണ്ട് തന്നെ തങ്ങന്മാരുടെ മഹത്വവും അവിടുന്ന് ആലിമീങ്ങളുടെ ബഹുമാനവും പറയേണ്ടതില്ല. അതുകൊണ്ട് ഒരുപാട് ഉസ്താദുമാരും മഹാന്മാരായ ഒരുപാട് തങ്ങന്മാരും ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഖിദ്മത്തുകൾ ചെയ്തിട്ടുണ്ട്, സേവനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് ഈ നാട്ടിൽ എന്നെന്നും ഐക്യവും യോജിപ്പും ബറക്കത്തും ഇസ്സത്തും റഹ്മത്തും ചൊരിച്ചു തരുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് മഹാനായ തങ്ങളവർക്ക് എല്ലാവിധ സ്വാഗതങ്ങളും ഞാൻ ഓതി അല്ലാഹു തആല ദീർഘകാലം തങ്ങളവർക്ക് നമുക്ക് നേതൃത്വം നൽകാനും ദുആ നടത്തി തരാനും എല്ലാവിധ തൗഫീഖും ഹിമ്മത്തും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ദുആ കൊണ്ട് ഞാൻ സ്വാഗതം ചെയ്ത് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.